الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ പടച്ച തമ്പുരാന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ സർവാനുഗ്രഹങ്ങൾ നിറഞ്ഞ അവൻ്റെ സ്വർഗം കരസ്ഥമാക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അവൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുൽഹജ്ജ് മാസത്തിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തിൻ്റെ പ്രത്യേകതയായി പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ദുൽഹജ്ജ് മാസത്തിൻ്റെ ആദ്യ 10 ദിനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിനങ്ങളാണെന്നും അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ആ ദിനങ്ങളെ കർമ്മങ്ങളെ കൊണ്ട്, പുണ്യകർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കണമെന്നും പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് നാം ചെയ്യുന്ന അമലുകൾ തന്നെ, പ്രത്യേകിച്ച് ഒരമലുകൾ ചെയ്യുവാനില്ല. നമ്മുടെ നമസ്കാരവും സുന്നത്ത് നമസ്കാരങ്ങളും ദിക്റുകളും ദുആകളും ദാനധർമ്മങ്ങളും ഇതുപോലെ നാം സാധാരണ ചെയ്യുന്ന എല്ലാ പുണ്യങ്ങളും ഈ ദിനങ്ങളിൽ ഞാൻ അനുഷ്ഠിക്കുമ്പോൾ കൂടുതൽ ശ്രേഷ്ഠതയുണ്ടെന്ന് മനസ്സിലാക്കി അതിനോടെല്ലാം അങ്ങനെയുള്ള ഒരു സമീപനം സ്വീകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഹജ്ജിന്റെ കർമ്മങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. ദുൽഹജ്ജ് 8 ആയി കഴിഞ്ഞാൽ 8, 9, 10 പിന്നെ അയ്യാമുൽ തശ്രീഖിന്റെ ദിവസങ്ങൾ, ഇവയെല്ലാം ഹജ്ജിന്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദിവസങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അറഫ എന്ന് പറയുന്ന സമ്മേളനമാണ്. ഒരു ലോക മഹാസമ്മേളനം. അൽ ഹജ്ജു അറഫ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നല്ലാഹ അസ്സ വജല്ല യുബാഹി മലായികതഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അറഫാ ദിനത്തിന്റെ അന്ന് മലായികത്തുകളോട് പറയും, പെരുമ പറയും, നിങ്ങൾ എൻ്റെ അടിമകളെ നോക്കൂ,
ഉൻദുറു ഇലാ ഇബാദി ശുഅബൻ ഗുബ്റ, മുടി ജട പിടിച്ചവരായി, അതുപോലെ തന്നെ കാൽപാദങ്ങളിൽ ചെരിപ്പുകൾ പോലുമില്ലാത്ത രൂപത്തിൽ പൊടിപടലങ്ങൾ പുരണ്ടവരായി അവരിതാ എൻ്റെ അടുക്കലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലായിക്കത്തുകളോട് പെരുമ പറയുമെന്നാണ്. ആ ദിനത്തിന്റെ ഒരു പ്രത്യേകതയായി പ്രവാചകൻ പറയുന്നത്, മാ മിൻ യൗമിൻ മിൻ അൻ യുഅ്തികല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫ ദിനത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസവും തന്നെയില്ല. അത്രമാത്രം ശ്രേഷ്ഠതയേറിയ, ഏറ്റവും കൂടുതൽ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചിതരാക്കുന്ന ദിനമാണ് അറഫ ദിനം എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അറഫ എന്ന് പറയുന്നത് അത് ഒരു ഏകദിന മൈതാനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അഥവാ ദുൽഹജ്ജ് 9 അന്ന് മാത്രമാണ് ആ സ്ഥലത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ളത്. ദുൽഹജ്ജ് 8 അതല്ലെങ്കിൽ അതിനുശേഷം 10, 11 അവിടെ നിന്ന് അങ്ങോട്ടുള്ള മറ്റേതെങ്കിലും ദിവസങ്ങളിലോ ഈ അറഫ എന്ന് പറയുന്ന ആ സ്ഥലത്തിന് പ്രത്യേകിച്ച് ഒരു പോരിശയുമില്ല. എന്നാൽ അന്ന് ആ ഏകദിന മൈതാനമായി കൊണ്ട് ഉപയോഗിക്കപ്പെടുന്ന ആ ഒരു ദിവസമാകട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. നരകമോചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണമറ്റ ആളുകളെ രക്ഷപ്പെടുത്തുന്ന ദിവസവുമാണ് എന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അറഫ എന്ന് പറയുന്നത് ഏകദേശം 10 കിലോമീറ്ററുകൾ നീളവും 6 കിലോമീറ്റർ വീതിയുമുള്ള ഒരു സ്ഥലത്തിനാണ് അറഫ എന്ന് പ്രത്യേകം അടയാളപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്. അന്ന് എന്തുകൊണ്ട് ഈ സ്ഥലത്തിന് അറഫ എന്ന് നാമകരണം ചെയ്തു? അറഫ എന്ന് പറഞ്ഞാൽ തിരിച്ചറിഞ്ഞു എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. എന്തുകൊണ്ടാണ് അറഫ എന്ന് ആ സ്ഥലത്തിന് വിളിക്കപ്പെടുന്നത്? വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ഒന്ന്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം അല്ലാഹു ഇബ്രാഹിം നബിയോട് ചോദിച്ചു, അറഫ്ത, നിനക്കെല്ലാം മനസ്സിലായോ? ഈ പറഞ്ഞതെല്ലാം നിനക്ക് തിരിഞ്ഞോ? അപ്പൊ ഇബ്രാഹിം നബി മറുപടി പറഞ്ഞു, അറഫ്തു, അതെ, എനിക്ക് മനസ്സിലായി, എല്ലാം എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന്. ആ അടിസ്ഥാനത്തിലാണ് ആ പ്രദേശം അറഫ എന്ന് പേരിൽ അറിയപ്പെടുന്നത് എന്നതാണ് ഒന്നാമത്തെ അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം, ഹജ്ജിന് പോകുന്ന ആളുകൾ ആ പ്രദേശത്തിന്റെ മഹത്വം മനസ്സിലാക്കുകയും അതുപോലെ ഹജ്ജിന്റെ പോരിശ മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് അവരുടെ പാപങ്ങളെ കുറിച്ച് അവർ തിരിച്ചറിയുന്നു. ഹജ്ജിന് പോകുന്ന ആളുകൾ ആ പ്രദേശത്ത് വെച്ചും ഹജ്ജിന്റെ മറ്റു ദിവസങ്ങളിലെ കർമ്മങ്ങളിലൂടെയും തൻ്റെ പാപത്തെക്കുറിച്ചും തെറ്റുകളെക്കുറിച്ചും തിരിച്ചറിയുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അത് ഏറ്റുപറയുകയും ഇസ്തിഗ്ഫാർ നടത്തുകയും തൗബ ചെയ്യുകയും ചെയ്തുകൊണ്ട് അവൻ പൂർണ്ണമായും ശുദ്ധനായി തീരുന്നു. അതുകൊണ്ട് അവരുടെ പാപങ്ങളെ കുറിച്ച് അവർ തിരിച്ചറിയുന്ന ഒരു സ്ഥലമാണത് എന്ന അർത്ഥത്തിലാണ് അറഫ എന്ന് പറയുന്നത് എന്നതാണ് രണ്ടാമത്തെ അഭിപ്രായം. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലി ഇമ്രാനിലെ 135 വചനത്തിൽ അല്ലാഹു പറയുന്നത്, വിശ്വാസികളായ ആളുകളിൽ വല്ല തെറ്റുകുറ്റങ്ങളും വന്നു പോയിട്ടുണ്ടെങ്കിൽ അവർ ഉടനെ അള്ളാഹുവിനെ ഓർക്കുന്നതാണ്. എന്നിൽ ഇത് വരാൻ പാടില്ലായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നിട്ട് അള്ളാഹുവിനോട് അവർ ഇസ്തിഗ്ഫാർ നടത്തുന്നവരാണ്. അള്ളാഹു അല്ലാതെ പാപങ്ങൾ പുറത്തു തരുവാൻ മറ്റാരാണുള്ളത് എന്നത് വിശ്വാസികളുടെ മൊത്തത്തിലുള്ള ഒരു സ്വഭാവമാണ്. അത് ഹാജിമാരിൽ വളരെ പ്രത്യേകമായി പ്രകടമാവുകയും
ഒരേ ഒരു ചിന്തയോടുകൂടി അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് മനസ്സ് വാചാലമായിക്കൊണ്ട് സർവപാപങ്ങളിൽ നിന്നും അവർ മാറി നിൽക്കുവാൻ വേണ്ടി, അത് മാറ്റിത്തരുവാൻ വേണ്ടി, പുറത്തു തരുവാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമയം എന്നതാണ് രണ്ടാമത്തെ അഭിപ്രായമായി കൊണ്ട് പറയുന്നത്. മൂന്നാമതായി കൊണ്ട് പറയുന്നത് ഹജ്ജിന്റെ കർമ്മങ്ങളെ കുറിച്ചെല്ലാം പറയുന്നിടത്ത് ഖുർആൻ പറയുന്നത് അറഫാത്തുകൾ എന്നാണ്, തിരിച്ചറിവുകളുടെ സ്ഥലങ്ങൾ. ആ അർത്ഥത്തിലുമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അറഫയിലെ പ്രാർത്ഥനയാണ് പ്രാർത്ഥനകളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹജ്ജ് എന്ന് പറയുന്നത് ഒരു ആഗോള മനുഷ്യ മഹാസമ്മേളനമായിട്ടാണ് മനസ്സിലാക്കുവാൻ സാധിക്കുക. ലോകത്തിലെ ഏകദേശം 195 രാഷ്ട്രങ്ങളിൽ നിന്ന് 160 കോടി മുസ്ലിങ്ങളുടെ പ്രതിനിധികളായി മക്കയിലെത്തിയിട്ടുള്ള ലക്ഷോപലക്ഷം ആളുകൾ സമ്മേളിക്കുന്ന ഹജ്ജ് എന്ന് പറയുന്ന മനുഷ്യ മഹാസമ്മേളനം, ഇതുപോലെയുള്ള ഒരു ആരാധന നിർവഹിക്കുവാൻ വേണ്ടി സമ്മേളിക്കുന്ന മറ്റൊരു മതവിഭാഗത്തിൻ്റെയോ ജനവിഭാഗത്തിൻ്റെയോ ഇതുപോലെയുള്ള ഒരു സമ്മേളനം നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. അവിടെ വെച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വവിഖ്യാതമായ ഒരു പ്രസംഗം നിർവഹിക്കുകയുണ്ടായി, ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം. ലോകത്ത് ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള മനുഷ്യാവകാശങ്ങളെ കുറിച്ചെല്ലാം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ആ ചെറിയ പ്രഭാഷണത്തിൽ തന്നെ അതിൻ്റെ സാരാംശം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവാചകൻ അതിൽ പ്രതിപാദിക്കുകയുണ്ടായി. UN രക്ഷാസമിതി നമുക്കറിയാം 900 ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം 948 നടത്തിയത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ പ്രവാചകൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ എല്ലാ സമൂഹത്തിന്റെ എല്ലാ വശങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്ന വിധത്തിൽ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുകയുണ്ടായി. അതിൽ വ്യക്തിപരവും സാമൂഹികവും കാലിക പ്രസക്തങ്ങളുമായ ഒട്ടനവധി നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുകയുണ്ടായി. മൂല്യങ്ങളെക്കുറിച്ചുള്ള ബോധം പ്രവാചകൻ ആ പ്രസംഗത്തിലൂടെ ഉണർത്തുകയുണ്ടായി. അധാർമികതകളെക്കുറിച്ചുള്ള എതിർപ്പ് പ്രവാചകൻ ആ പ്രസംഗത്തിലൂടെ എടുത്തു പറയുകയുണ്ടായി. സ്വയം മാതൃകയാവുക എന്നതിൻ്റെ മേന്മ പ്രവാചകൻ തൻ്റെ പ്രസംഗത്തിലൂടെ സൂചിപ്പിക്കുകയുണ്ടായി. പൈശാചികതയിൽ നിന്ന് മോചനം നേടുവാനുള്ള ഉപദേശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഈ അറഫ പ്രസംഗത്തിലൂടെ ലോക ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്ന അവസ്ഥയും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ലിംഗ സമത്വത്തെക്കുറിച്ചും ആദരവിനെ പറ്റിയും പ്രവാചകൻ ആ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു. അതുപോലെ വിശ്വാസികൾ പരസ്പരമുള്ള ആത്മബന്ധത്തെക്കുറിച്ച് അരക്കിട്ടുറപ്പിക്കുന്ന വിധത്തിൽ പ്രവാചകൻ അതിൽ പ്രതിപാദിക്കുകയുണ്ടായി. പലിശ എന്ന കടുത്ത സാമ്പത്തിക ചൂഷണത്തെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രസംഗത്തിൽ പറയുകയുണ്ടായി. അതുപോലെ അനന്തരാവകാശത്തെ സംബന്ധിച്ചും പ്രവാചകൻ ആ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു. ഇങ്ങനെ വളരെ കുറഞ്ഞ സമയം, പ്രവാചകന്റെ പ്രസംഗങ്ങളിൽ ഏറ്റവും ദൈർഘ്യം കൂട്ടിയ പ്രസംഗം അറഫാ ദിനത്തിലെ പ്രസംഗമാണെങ്കിലും സമയം കൊണ്ട് അതും വളരെ കുറഞ്ഞ സമയമായിരുന്നു. ആ സമയത്തിനിടക്ക് പ്രവാചകൻ ഈ പറഞ്ഞ മേഖലകളിലേക്കെല്ലാം വിരൽ ചൂണ്ടുന്ന വിധത്തിലുള്ള സാരോപദേശങ്ങളായിരുന്നു നൽകിയത് എന്ന് വിവിധ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ആ സംഭവം പ്രസംഗം ഉദ്ധരിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അന്ന് ഈ അറഫ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവാചകൻ തൻ്റെ ഒട്ടകമായ ഖസ്വാ എന്ന് പറയുന്ന ഒട്ടകത്തിന്റെ പുറത്താണുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ 10 ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യത്തേതും അവസാനത്തേതുമായ ഹജ്ജായിരുന്നു അത്. പ്രവാചകൻ തൻ്റെ ജീവിതത്തിൽ ഒരു ഹജ്ജ് മാത്രമാണ് നിർവഹിച്ചിട്ടുള്ളത്. എന്നാൽ ഒന്നിലധികം തവണ, 2 എന്നും
അതിലധികമെന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പ്രവാചകൻ അതിനു മുമ്പ് ഉംറ നിർവഹിച്ചിട്ടുണ്ട്. ഹജ്ജ് ജീവിതത്തിൽ ഒന്ന് മാത്രമാണ് നിർവഹിച്ചിട്ടുള്ളത്. ആ ഹജ്ജിനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഹജ്ജത്തുൽ വിദാഴ് എന്നുണ്ട്, ഹജ്ജത്തുൽ ബലാഗ് സന്ദേശത്തിന്റെ ഹജ്ജ് എന്നുണ്ട്, ഹജ്ജത്തുൽ ഇസ്ലാം ഇസ്ലാമിന്റെ ഹജ്ജ് എന്ന് പേര് പറയുന്നുണ്ട്. ഇങ്ങനെ വിവിധ പേരുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുള്ള ഈ ഹജ്ജിനെ ചരിത്രത്തിൽ അറിയപ്പെടുന്നതായി നമുക്ക് കാണാവുന്നതാണ്. ജരീർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രസംഗം ആരംഭിക്കുന്നതിന് മുമ്പ് ജനങ്ങളോട് നിശബ്ദരായിരിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. കാരണം അത്രത്തോളം ആളുകൾ പ്രവാചകന്റെ കൂടെ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. 1,24,000 എന്നും 1,44,000 എന്നുമൊക്കെ അഭിപ്രായമുണ്ട്. ഈ ആളുകളൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസംഗിക്കുന്ന ഈ പ്രസംഗം കേൾക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം അത് കേൾക്കാൻ പറ്റുമാറ് അവരുടെ കേൾവികൾക്ക് തുറവി നൽകി എന്നാണ് അവിടുത്തെ അത്ഭുതമായി മുഹദ്ദിസുകളായ ആളുകൾ നമുക്ക് വിവരിച്ചു തരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനെയും റാബിഅത്ത് ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹുവിനെയും മുബല്ലിഗായി നിശ്ചയിക്കുകയാണ്. അഥവാ പറയുന്നത് ഏറ്റുപറയുവാനുള്ള ആളുകൾ. ഹറമിലൊക്കെ നമസ്കരിക്കുമ്പോൾ ഇമാം പറയുന്ന തക്ബീറുകൾ ഏറ്റുപറയുന്ന ആളുകൾ ഉണ്ടാവാറുണ്ടല്ലോ. അതുപോലെ പ്രവാചകൻ തന്റെ പ്രസംഗം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ രണ്ടാളുകളെ, അലി റളിയല്ലാഹു അൻഹുവിനെയും റാബിയത്ത് ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹുവിനെയും മുബല്ലിഗായി ഏൽപ്പിച്ചുകൊണ്ടാണ് തന്റെ പ്രസംഗം ആരംഭിക്കുന്നത്. പ്രവാചകൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു, അതുപോലെ അവനെ വാഴ്ത്തുന്നു. ഊസീകും ഇബാദല്ലാഹ് ബിതഖ്വല്ലാഹ് വഅഹുസ്സുകും അലാ ത്വാഅതിഹി വഅസ്തഫ്തിഹു ബില്ലദീ ഹുവ ഖൈർ അമ്മാ ബഅദ്. ഇങ്ങനെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രസംഗം ആരംഭിക്കുകയാണ്. ആദ്യം തന്നെ പ്രവാചകൻ പറയുന്നത് അയ്യുഹന്നാസ് ഇസ്മഉ മിന്നി ഉബയ്യിനു ലക്കും ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ ഫീ മൗഖിഫി ഹാദാ. ജനങ്ങളെ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, ശ്രദ്ധാപൂർവം നിങ്ങൾ കേൾക്കണം. കാരണം ഈ സ്ഥലത്ത് വെച്ച് ഇനി നമ്മൾ പരസ്പരം കണ്ടുമുട്ടുകയോ ഈ വർഷത്തിന് ശേഷം നമ്മൾ കാണുകയോ ചെയ്തു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം എന്ന് ആദ്യമായി അവരെ ഉപദേശിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാളക്കും ഹറാമുൻ അലൈക്കും. നിങ്ങളുടെ രക്തവും അതുപോലെ നിങ്ങളുടെ ധനവും നിങ്ങളുടെ അഭിമാനവും ഏറ്റവും പവിത്രമായതാകുന്നു, പരിശുദ്ധമായതാകുന്നു. ഇല അൻ തൽഖൗ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്നത് വരെ, അഥവാ നിങ്ങൾക്ക് മരണം സംഭവിക്കുന്നത് വരെ നിങ്ങൾ പരസ്പരം നിങ്ങളുടെ അഭിമാനത്തിനും നിങ്ങളുടെ രക്തത്തിനും നിങ്ങളുടെ സമ്പത്തിനും ഈ പവിത്രത നിങ്ങൾ കൽപ്പിച്ചിരിക്കണം. കഹുർമത്തി യൗമിക്കും ഹാദാ, ഈ ദിവസത്തിന്റെ പ്രത്യേകത പോലെ ഭൂമിയിൽ ഇതോളം പവിത്രമായ മറ്റൊരു ദിവസമില്ല. ഈ ദിവസത്തിന്റെ പ്രത്യേകത പോലെ പരസ്പരം അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന ഒന്നും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുവാൻ പാടില്ല. ഈ മാസത്തിന്റെ പ്രത്യേകത പോലെ, ഈ നാടിന്റെ പ്രത്യേകത പോലെ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അലാഹൽ ബല്ലഗ്തു, ഈ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലയോ? അപ്പോൾ സഹാബത്ത് ഏറ്റു പറഞ്ഞു, ബല്ലഗ്ന അല്ലാഹുമ്മ ഫശ്ഹദ്, പടച്ചോനെ നീ അതിന് സാക്ഷിയാണ് എന്ന് പ്രവാചകൻ ഏറ്റുപറയുകയും ചെയ്തു. ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലയോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ബലാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് എന്നാണ്. ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയുണ്ടായി, കഅബയുടെ അടുത്ത് കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോ, മാ അഅ്ലമു ഹഖക യാ കഅബ, കഅബ നിനക്ക് നീ ഇന്ന് എത്രമാത്രം ആദരവുകൾ അർഹിക്കുന്നുണ്ട്, എത്രമാത്രം അവകാശങ്ങൾ നിനക്കുണ്ട്, എത്രമാത്രം ബാധ്യത നിന്നോടുണ്ട് എന്ന് പറഞ്ഞിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, വവല്ലാഹി ഇന്ന ഹഖൽ മുഅ്മിനി ലഅഅ്ലമു മിൻ ഹഖിക, എന്നാൽ കഅബയെ നിന്നേക്കാൾ ഏറ്റവും കൂടുതൽ ഹക്കുള്ളത്, ബാധ്യതയുള്ളത്, കടമയുള്ളത് ഒരു വിശ്വാസിയോടാണ്.
ഒരു വിശ്വാസിക്ക് മറ്റൊരു വിശ്വാസിയോടാണ്. അവന്റെ അവകാശങ്ങളെ ഹനിക്കാൻ പാടില്ല, അവന്റെ മാന്യതയെ മുറിവേൽപ്പിക്കാൻ പാടില്ല, അവനുള്ള ഏതെങ്കിലും രൂപത്തിൽ അവനെ തേജോവധം ചെയ്യുന്ന അവസ്ഥയുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് കഅബയെ, പരിശുദ്ധമായ കഅബ നിന്നേക്കാൾ വിലയുള്ളത് ഒരു വിശ്വാസിക്ക് മറ്റൊരു വിശ്വാസിയോടാണ്. അപ്പൊ പ്രവാചകൻ പറഞ്ഞ ഈ ഉപദേശത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കുവാനുണ്ട്. ഒരിക്കൽ അബൂദർ റളിയല്ലാഹു അൻഹു കറുത്ത് കരിങ്കട്ട പോലെ ഇരിക്കുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അവിടെ വെച്ചുകൊണ്ട് യബ്ന സൗദാ, കറുമ്പിയുടെ മകനെ എന്ന് അഭിസംബോധന ചെയ്തു. ആ കറുമ്പിയുടെ മകനെ, യബ്ന സൗദാ, കറുമ്പിയുടെ മകനെ എന്ന് അഭിസംബോധന ചെയ്തപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് മാപ്പപേക്ഷിക്കുവാനും അദ്ദേഹത്തോട് മാപ്പ് പറയുവാനും അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുവാനും പറഞ്ഞു. അബൂദർറെ, പടച്ചവനെങ്ങാനും ഇത് നിനക്ക് പുറത്തു തന്നിട്ടില്ല എങ്കിൽ നീ തീർച്ചയായും നരകത്തിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂദർ റളിയല്ലാഹു അൻഹുവിനെ താക്കീത് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരു വാക്ക് കൊണ്ട് പോലും മറ്റൊരു വിശ്വാസിയെ ആക്ഷേപിക്കുകയോ തേജോവധം ചെയ്യുകയോ അവന്റെ മാന്യത ഇല്ലാതെയാകുന്ന രൂപത്തിൽ പെരുമാറുകയോ ചെയ്യാൻ പാടില്ലെന്ന് പ്രവാചകൻ ഉപദേശിക്കുകയാണ്. രണ്ടാമത് പ്രവാചകൻ പറഞ്ഞത് ഫമൻ കാനത ഇൻദഹു അമാന ഫൽയുഅദ്ദിഹാ ഇലാ മൻ ഇത്മിനാ അലൈഹാ, ആളുടെ അടുക്കലെങ്കിലും അമാനത്തുകൾ ഉണ്ട് എങ്കിൽ ആ അമാനത്തുകൾ തന്നെ വിശ്വസിച്ചേൽപ്പിച്ചവർ ആരാണോ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. അഥവാ വിശ്വാസ്യത എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് ലോകത്ത് നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യവും അതാണ്. പ്രവാചകൻ മറ്റൊരു തിരുവചനത്തിൽ പറഞ്ഞത് ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു, അമാനത്തില്ലാത്തവന്, വിശ്വസ്തതയില്ലാത്തവന് ഈമാനില്ല. അവൻ ഏത് രൂപത്തിൽ ജീവിക്കുന്നവനായിരുന്നാലും ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന് വിശ്വാസമില്ലാത്ത ഒരു അവസ്ഥ വന്നാൽ ഈമാൻ ഇല്ല എന്നതിന്റെ ലക്ഷണമാണ് എന്ന് പ്രവാചകൻ പറയുകയുണ്ടായി. അതുപോലെ പ്രവാചകൻ പറഞ്ഞു, ഉത്തമ നൂറ്റാണ്ടാണിത്. പിന്നീട് ചില നൂറ്റാണ്ടുകൾ കടന്നു വരുന്ന സമയത്ത് സാക്ഷി പറയാൻ ആളുകൾ ഉണ്ടാകും. വലാ യുസ്തശ്ഹദൂന, എന്നാൽ സാക്ഷി പറയിക്കാൻ ആളുകൾ ഉണ്ടാവുകയില്ല. വയഹൂനൂന, അവർ വഞ്ചിക്കുന്നവരായിരിക്കും. വലാ യുഅ്തമനൂന, വിശ്വസ്തത പുലർത്തുകയില്ല. വയന്ദിറൂന, അവർ നേർച്ച നേരുന്നവരായിരിക്കും. വലാ യൂഫൂന, അവർ നേർച്ച വീട്ടുകയില്ല. വയൽഹറു ഫീഹി സിമൻ, അവർ തടിച്ചു കൊഴുത്ത തടിമാടന്മാരുമായിരിക്കും. എന്നാലും മുസ്ലിമിനുണ്ടാവേണ്ട ഗുണങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് വിശ്വസ്തത എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ അടിസ്ഥാന സ്വഭാവമാണ്. അതുണ്ടെങ്കിലേ അവനും മറ്റുള്ളവർക്കും അവന്റെ ഈമാൻ ഉപകരിക്കുകയുള്ളൂ, സമൂഹത്തിൽ അവന് ബഹുമാനത്തോടു കൂടി ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഞാനിതാ ആ ജാഹിലിയത്തിലുണ്ടായിരുന്ന പ്രതികാര ചോരകൾ മുഴുവനും ഞാൻ ഇവിടെ വെച്ചുകൊണ്ട് കുടിച്ചു മൂടുകയാണ്. ഞാനിതാ എന്റെ ബന്ധു തന്നെയായിരുന്ന ഹുസൈൽ ഗോത്രക്കാൾ കൊലപ്പെടുത്തിയിട്ടുള്ള ആമിറിന്റെ ആ കൊലപാതകത്തിന്റെ ചോര, പ്രതികാര ചോര എന്റെ ബന്ധുവാണ്, ഞാൻ ഇവിടെ തന്നെ കുടിച്ചു മൂടുന്നു. അതുകൊണ്ട് പണ്ട് കാലത്ത് ജാഹിലിയത്തിലുണ്ടായിരുന്ന ആ നൂറുകണക്കിന് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന വിധത്തിലുള്ള അത്തരത്തിലുള്ള യുദ്ധങ്ങളോ പ്രതികാരങ്ങളോ ഇനി ഉണ്ടാവാൻ പാടില്ല എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അയ്യുഹന്നാസ് ഇന്ന ശൈത്വാന ഖദ് യഇസ അൻ യഅ്ബുദ ഫീ അർളികും ഹാദിഹി, നിങ്ങളുടെ ഈ നാട്ടിൽ പിശാചിനെ ആരാധിക്കപ്പെടുന്നതിൽ നിന്ന് പിശാച് നിരാശപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാവുകയില്ല. എന്നാൽ വലാകിന്നഹു റളിയ അൻ യുതാഅ ഫീമാ സിവാ ദാലിക്, അതല്ലാത്ത, അവന് ആരാധന നിർവഹിക്കപ്പെടുക എന്നതല്ലാത്ത, പിശാചിനെ അനുസരിച്ചു പോകുന്ന, അവന്റെ ദുർബോധനങ്ങൾക്ക് വശംവദരായി പോകുന്ന അവസ്ഥ ഒരുപക്ഷെ ഇവിടെയും ഉണ്ടാക്കാം. ഒരുപക്ഷെ നിങ്ങൾ നിസ്സാരമെന്ന് കാണുന്ന പല വിഷയങ്ങളിലും പിശാച് നിങ്ങളെ അടിമപ്പെടുത്തുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും തന്നെ കുതന്ത്രങ്ങളിലൂടെ വഴിപിഴപ്പിക്കുന്നവരാണ് പിശാച് എന്ന
തിരിച്ചറിവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഓരോ വാക്കുകളിലൂടെയോ ചുരുങ്ങിയ വാചകങ്ങളിലൂടെയോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോ അവിടെ യഥാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നീണ്ട വാചകങ്ങളിലൂടെ തങ്ങളുടെ സ്ത്രീ സമൂഹത്തെ കുറിച്ച് പറയുകയാണ്. അയ്യുഹന്നാസ് ഇന്ന ലിനിസാഇകും അലൈക്കും ഹഖ്ഖ വലക്കും അലൈഹിന്ന ഹഖ്ഖുൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സ്ത്രീ സമൂഹത്തിന്റെ അവകാശങ്ങളെ സംബന്ധിച്ച് വാചാലമായി ചുരുങ്ങിയ സമയമായിരുന്നാലും അവിടെ സ്ത്രീകളെ കുറിച്ചുള്ള കാര്യങ്ങൾ എടുത്തു പറയുകയാണ്. അവരുമായിട്ടുള്ള ബാധ്യതകൾ, അവരോടുള്ള ബാധ്യതകൾ നിങ്ങൾ നിറവേറ്റേണ്ടതുണ്ട്. അവർക്കുള്ള അവകാശങ്ങൾ നിങ്ങൾ വകവെച്ചു കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ അവരും അവരുടെ ഭർത്താവിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവരുടെ വിരിപ്പുകളിൽ മറ്റുള്ള ആളുകളെ പ്രവേശിപ്പിക്കാതിരിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ വിശാലമായി പ്രവാചകൻ പറഞ്ഞതിന് ശേഷം അവസാനം സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഉപദേശങ്ങളിൽ ഞാൻ ഇക്കാര്യം നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലയോ, അതുകൊണ്ട് സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ലോകത്ത് സ്ത്രീകളെ കുഴിച്ചു മൂടിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അവർക്ക് ജീവിക്കുവാനുള്ള അവകാശം നൽകി, അവർക്ക് മഹറിനുള്ള അവകാശം നൽകി, സാമൂഹ്യ ജീവിതത്തിൽ അവർക്ക് പദവികൾ നൽകി, കുടുംബ ജീവിതത്തിൽ അവർക്ക് കിരീടവും ചെങ്കോലുമണിഞ്ഞ രാജ്ഞി എന്ന പദവി നൽകി, അങ്ങനെ സ്വത്തിന് അവകാശം നൽകി. ഇങ്ങനെയുള്ള ഒരുപാട് അവകാശങ്ങൾ ഇസ്ലാം വന്നതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സ്ത്രീ സമൂഹത്തിന് വകവെച്ചു കൊടുക്കുന്നത്. എന്നാലും സ്ത്രീകളെ അടിച്ചമർത്തുന്നവരെന്നും അവരെ 6-ാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചുവിടുന്നവരെന്നുമുള്ള ആക്ഷേപം മുസ്ലിം സമൂഹത്തിന്റെ നേരെ ഇന്നും നിലനിൽക്കുന്നു. യഥാർത്ഥത്തിൽ ചരിത്രമറിയുന്ന ആളുകൾ അങ്ങനെയൊരു ആക്ഷേപം ഉന്നയിക്കുകയില്ലെന്ന് മാത്രമല്ല, സ്ത്രീകൾക്ക് പദവിയും സ്ഥാനവും ബഹുമാനവും നൽകിയിട്ടുള്ളത് ഇസ്ലാമാണ് എന്ന് തീർച്ചയായും അവർ അംഗീകരിക്കും. അതുപോലെ പ്രവാചകൻ പറഞ്ഞു, അയ്യുഹന്നാസ് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികൾ പരസ്പരം ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കേണ്ടവരാണ്. ഒരമ്മ പെറ്റ മക്കളെ പോലെ, ഒരു ചരടിൽ കോർത്ത മാലമണികളെ പോലെ അവർ പരസ്പരം ബഹുമാനിച്ചും ആദരിച്ചും ഈ വിശ്വാസത്തിന്റെ കീഴിൽ അവർ ഒന്നിച്ചു പോകേണ്ടവരാണ്. ആ ബഹുമാനവും ആദരവും വിശ്വാസികൾ പരസ്പരം പുലർത്തണം എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. എന്റെ കാലശേഷം നിങ്ങൾ ദീനിൽ നിന്ന് വടിയിറങ്ങി പോകുന്നവരാകരുത്, പരസ്പരം കലാപമുണ്ടാക്കുന്നവരാകരുത്, പരസ്പരം കൊലവിളി നടത്തുന്നവരാകരുത്. ഞാനിതാ 2 കാര്യം നിങ്ങളിൽ അവശേഷിപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വഴിപിഴച്ചു പോവുകയില്ല. അതൊന്ന് ഖുർആനും പ്രവാചകന്റെ സുന്നത്തുമാണ്. അയ്യുഹന്നാസ് ഇന്ന റബ്ബക്കും വാഹിദ് വഇന്ന അബാക്കും വാഹിദ് കുല്ലുക്കും ലി ആദം വ ആദം മിൻ തുറാബ്. ജനങ്ങളെ, നിങ്ങൾ അറിയണം, നിങ്ങളുടെ റബ്ബ് ഒരുവനാണ്, നിങ്ങളുടെ പിതാവ് ഒരുവനാണ്, നിങ്ങൾ ആദമിൽ നിന്നാണ്, ആദമാകട്ടെ മണ്ണിൽ നിന്നുമാണ്. അഥവാ നിങ്ങളുടെ അസ്ലി ഒന്നാണ്, മണ്ണിൽ നിന്നുള്ളവരാണ്. മനുഷ്യൻ എന്ന വികാരത്തിൽ എല്ലാവരും ഒരുപോലെയാണ്. വിശ്വാസികളും അല്ലാത്തവരുമെല്ലാം മനുഷ്യരെന്ന അർത്ഥത്തിൽ ഒന്നു തന്നെയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ അവൻ ആദരവ് നൽകുന്നത് അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അള്ളാഹുവിന്റെ അടുക്കൽ ഭക്തരാരാണോ അവർക്കാണ് അള്ളാഹു പ്രത്യേകത നൽകുന്നത്. സൂക്ഷ്മത പാലിക്കുന്ന അവസ്ഥ നോക്കിക്കൊണ്ടാണ് അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമാനങ്ങൾ ഉള്ളത്. ലൈസ ലി അറബിയ്യിൻ ഫളുൻ അലാ അജമിയ്യിൻ ഇല്ലാ ബിത്തഖ്വ. തഖ്വ കൊണ്ടല്ലാതെ അറബിയെന്നോ അനറബിയെന്നോ ഉള്ള വ്യത്യാസമില്ല. അഥവാ അള്ളാഹു പരിഗണിക്കുന്നത് ഈമാനിനെയും തഖ്വയെയുമാണ്. തറവാടിനെയല്ല, സമ്പത്തിനെയല്ല, സ്ഥാനമാനങ്ങളെയല്ല, മറിച്ച് ഈമാനിനെയാണ് പരിഗണിക്കുന്നത് എന്നത് ജീവിതത്തിലുടനീളം ഉണ്ടാവണം, ആ ബോധമുണ്ടാകണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുപോലെ സമൂഹത്തിൽ ദൂരവ്യാപകമായ ഭവിഷ്യത്തുകൾ ഉണ്ടാക്കുന്ന
പലിശ എന്ന സമ്പ്രദായത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ എടുത്തു പറയുകയാണ്. ഞാനിതാ ഈ പലിശയെ നിങ്ങൾക്ക് വിരോധിക്കുകയാണ്, പലിശയിൽ നിന്ന് മോചനം നേടേണ്ടതുണ്ട് എന്ന് പ്രവാചകൻ എടുത്തു പറയുകയാണ്. ഇങ്ങനെ നിരവധി ഉപദേശങ്ങൾ അടങ്ങിയ സാമൂഹികമായ, സാംസ്കാരികമായ, അങ്ങനെ എല്ലാമുള്ള ഉപദേശങ്ങൾ അടങ്ങിയ ഒരു പ്രസംഗമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയിൽ വെച്ചുകൊണ്ട് നിർവഹിച്ചിരുന്നത്. ഇത് അന്ന് അറഫയിൽ സമ്മേളിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രം ബാധകമായതല്ല. ലോകാവസാനം വരെയുള്ള വിശ്വാസികൾ, അവർ ഹജ്ജ് നിർവഹിക്കുന്നവരായിരുന്നാലും അല്ലാത്തവരായിരുന്നാലും, ലോകത്തിന്റെ ഏത് മുക്കുമൂലകളിൽ താമസിക്കുന്നവരായിരുന്നാലും, ഈ പറഞ്ഞ ഉപദേശങ്ങളെല്ലാം ജീവിതത്തിലുടനീളം അവർ പാലിച്ച് ശ്രദ്ധിച്ചു ജീവിക്കേണ്ടതാണ്. സാമൂഹിക ജീവിതത്തിൽ, വ്യക്തിപരമായ മേഖലകളിൽ, കുടുംബ ജീവിതത്തിൽ, അതുപോലെ സാമ്പത്തിക മേഖലകളിൽ, അവിടെ എല്ലാമുള്ള ഈ ഉപദേശങ്ങളും ലോകത്തിന് ഒരുപാട് പാഠങ്ങൾ നൽകുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉപദേശം ലോകം ശ്രവിക്കുകയും അതുപോലെ തന്നെ ഇതിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ മനുഷ്യർക്കിടയിൽ സമാധാനവും ശാന്തിയും കളിയാടുന്ന ഒരു അവസ്ഥയുണ്ടാകുമായിരുന്നു. അതുകൊണ്ട് പ്രവാചകന്റെ തന്നെ അറഫയിൽ വെച്ചുള്ള ഈ പ്രസംഗത്തിന്റെ സാരാംശങ്ങളെ കുറിച്ച് നാം മനസ്സിലാക്കുകയും അതിന്റെ വിശദീകരണങ്ങളെ കുറിച്ച് ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് അതിൽ നിന്നുള്ള ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വശുക്രൻ ബിനിഅമതി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. ഈ അറഫയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നോമ്പ് നോൽക്കേണ്ടതുണ്ട് നമുക്ക്. അറഫ നോമ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞതും വരാനുള്ളതുമായ ഒരു വർഷത്തെ പാപങ്ങൾ നിങ്ങൾക്ക് പൊറുക്കപ്പെടുന്ന അത്രയും ശ്രേഷ്ഠകരമായ ഒരു നോമ്പാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും ആ നോമ്പ് അനുഷ്ഠിക്കുക. എന്നാണ് നോമ്പ് അനുഷ്ഠിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഏറെ കാലമായി സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അഥവാ നമ്മുടെ നാട്ടിലെ പെരുന്നാൾ എന്നാണോ കഴിക്കുന്നത് അതിൻ്റെ തലേ ദിവസമാണോ ഈ നോമ്പ് നോൽക്കേണ്ടത്, അതല്ല ഏതെങ്കിലും നിലക്ക് വ്യത്യസ്തമായ രൂപത്തിൽ മക്കയിൽ അറഫ മറ്റൊരു ദിവസമായാൽ ആ ദിവസമാണോ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് എന്നത് കുറെ കാലമായി സമൂഹത്തിനിടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. പതിറ്റാണ്ടുകളായി മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇസ്തഫ്തി ഖൽബക. നമ്മൾ ഈ വിഷയങ്ങൾ പലപ്പോഴും പല വിധത്തിലും കേട്ടവരും ചർച്ച ചെയ്തവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചവരും ഒക്കെയായിരിക്കും. അതിൻ്റെ ആകെ തുക എന്ന് പറയുന്നത് ഇസ്തഫ്തി ഖൽബക, നീ നിന്റെ മനസ്സിനോട് ചോദിക്കുക. മുഫ്തിമാരായ ആളുകൾ എത്രമാത്രം ഫത്വ നൽകിയാലും ഈ വിഷയത്തിൽ എന്നാണ് നോൽക്കേണ്ടത് എന്ന് ആത്മാർത്ഥമായി മനസ്സിലാക്കി പഠിച്ച് എനിക്ക് തോന്നുന്നത് ഈ നമ്മൾ കഴിക്കുന്ന പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് ആ അറഫ നോമ്പ് നോൽക്കേണ്ടത് എന്നാണ് നമുക്ക് മാനസികമായി തോന്നുന്നത് എങ്കിൽ അങ്ങനെ നോൽക്കാം. അതല്ല ഒരാൾക്ക് തോന്നുന്നത് അറഫ അത് നാം ഇപ്പോൾ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, ലൈവായി മനസ്സിലാക്കുന്നുണ്ട്, അന്നാണല്ലോ അത് നോൽക്കേണ്ടത്, അതാണല്ലോ പ്രവാചകൻ പറഞ്ഞതിൻ്റെ താല്പര്യം, പല പണ്ഡിതന്മാരും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാണ് തോന്നുന്നത് എങ്കിൽ തനിക്ക് തോന്നുകയല്ല, ഈ വിഷയം മനസ്സിലാക്കി നമ്മളൊരു നിഗമനത്തിലെത്തുകയാണ്. അതാണ് ഇസ്തഫ്തി ഖൽബക എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നോക്കുക. പടച്ചവൻ നമ്മുടെ അത്ര പക്ഷപാതിത്വമുള്ളവനായിരിക്കല്ല. പടച്ചവൻ നമ്മളോളം പക്ഷപാതിത്വമുള്ളവനോ ഇങ്ങനെ പരസ്പരം തർക്കിച്ച് ജയിക്കണം എന്ന് വിചാരിക്കുന്നവനോ അല്ല.
ആ അടിസ്ഥാനത്തിൽ ശുദ്ധ മനസ്സോടുകൂടി ഇപ്പോൾ ഇജ്തിഹാദിന്റെ മേഖലകളെ കുറിച്ചൊക്കെ പറയുന്നിടത്ത്, ഈ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെ കുറിച്ചൊക്കെ പറയുന്നിടത്ത് അവർ പലപ്പോഴും അവർ എത്തിച്ചേർന്നിട്ടുള്ള നിഗമനമോ അവർ പറഞ്ഞ അഭിപ്രായമോ പറഞ്ഞ ഫത്വയോ തെറ്റായിരിക്കും. എന്നിരുന്നാൽ പോലും അവർക്ക് കൂലിയുണ്ട്. തെറ്റായ അഭിപ്രായമാണ് അവർ പറഞ്ഞതെങ്കിൽ പോലും കൂലിയുണ്ട്. എങ്ങനെയാ കൂലി കിട്ടുന്നത്? ആത്മാർത്ഥമായി സത്യസന്ധമായാണ് അവർ പഠിച്ചത്. അവർക്ക് കിട്ടിയ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അവർ വിശകലനം നടത്തിയത്. അവർ പറഞ്ഞത് സത്യമാണെന്ന് വിചാരിച്ചാണ് പറഞ്ഞത്. പക്ഷേ അത് പ്രമാണങ്ങൾക്ക് പിന്നീടോ ആ പ്രമാണം ലഭിച്ചപ്പോഴോ തെറ്റായി പോയി എന്നതേയുള്ളൂ. പക്ഷേ പടച്ചോന്റെ അടുത്ത് കൂലിയുണ്ട്. ആ പറഞ്ഞത് ശരിയാണെങ്കിലോ 2 കൂലിയുണ്ട് എന്നാണ് പണ്ഡിത മതമായി പഠിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ ഒരു സംസാരത്തിന് നിൽക്കേണ്ടതില്ല. ഈ പറഞ്ഞ നിലപാട് സ്വീകരിച്ചാൽ നമുക്ക് അതിൽ നല്ല ഒരു രൂപത്തിൽ മുന്നോട്ട് പോകാവുന്നതാണ്. മറ്റൊരു കാര്യം, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയതായിരുന്നു പാലിയേറ്റീവിന്റെ കർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു രോഗിയെ സഹായിക്കുകയാണ് എങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ലഭിക്കുന്ന അപാരമായ അനുഗ്രഹത്തെ സംബന്ധിച്ചും അവന്റെ സംരക്ഷണത്തെ സംബന്ധിച്ചും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മളിങ്ങനെ പലപ്പോഴും തിരക്കേറിയ റോട്ടിലൂടെ വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്നവരായിരിക്കും. ആ വാഹനങ്ങളിൽ ഏതെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ടാകാൻ സാധ്യതയുള്ള അത്തരത്തിലുള്ള ഒരുപാട് രംഗങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ടാകും. ഏതെങ്കിലും പോക്കറ്റ് റോഡുകളിൽ നിന്ന് വണ്ടികൾ കയറി വരിക, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ ശ്രദ്ധിക്കാത്ത രൂപത്തിൽ വാഹനം ഓടിച്ചുകൊണ്ട് ആളുകൾ വരിക, അങ്ങനെ രക്ഷപ്പെട്ട സമയങ്ങളുണ്ടാകും. എങ്ങനെ രക്ഷപ്പെട്ടത്? ഒരുപക്ഷെ നമ്മൾ ഈ ചെയ്ത ധർമ്മത്തിന്റെ പേരിലായിരിക്കും. യറുദ്ദുൽ ഖലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വിധിയെ, നമുക്കുണ്ടാകുന്ന ഇത്തരത്തിലുള്ള അവസ്ഥകളെ അവൻ സുരക്ഷിതമാക്കുന്നു നമ്മൾ നൽകുന്ന സ്വതക്കകളിലൂടെ. അപ്പോൾ വിവിധ രൂപത്തിലുള്ള സംരക്ഷണം പടച്ചോൻ നമ്മൾ ഇതുപോലെ നൽകുന്ന ദാനങ്ങളിലൂടെ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി എന്നും എപ്പോഴും ഏത് സമയത്തും ആരൊക്കെയാണോ എന്തിനൊക്കെയാണോ ചോദിക്കുന്നത് ഉള്ളതിനും അപ്പുറം നൽകാനുള്ള ഒരു വിശാല മനസ്സ് നമ്മൾ ഓരോരുത്തരും കാണിച്ചാൽ പടച്ചവന്റെ കാവൽ എപ്പോഴും നമ്മളൊപ്പം ഉണ്ടാകും. മലക്കിന്റെ പ്രാർത്ഥന, അല്ലാഹുമ്മ ആഴ്ത്തി മുൻഫിഖൻ ഖലഫ, പടച്ചോനെ ചെലവഴിക്കുന്ന ആളുകൾക്ക് നീ എപ്പോഴും ധാരാളമായി നൽകിക്കൊണ്ടിരിക്കണമേ എന്ന പ്രാർത്ഥനയും നമുക്കുണ്ടാകും എന്ന് മനസ്സിലാക്കി ആ കാര്യത്തോട് സഹകരിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം, പെരുന്നാളാണ് വരുന്നത്. നമുക്ക് പെരുന്നാൾ എന്ന് പറയുന്നത് ഇബാദത്താണ്. ആഘോഷിക്കാനുള്ള സമയം മാത്രമല്ല, ആഘോഷത്തിന്റെ ആരാധനയാണ് നമ്മുടെ ആഘോഷം. അതിന്റെ ഭാഗമായി നമ്മൾ പലപ്പോഴും പല ആഘോഷങ്ങളും കഴിയുമ്പോൾ പത്രങ്ങളിലൊക്കെ വരുന്ന കണക്ക് ബീവറേജ് കോർപ്പറേഷനിൽ എത്ര കോടി വിറ്റുവരവുണ്ടായി എന്നാണ്. അതുപോലെ വെടിക്കെട്ടുകൾ എത്ര കോടി വെടിക്കെട്ടുകൾ നടത്തി എന്നതാണ്. പക്ഷെ വിശ്വാസികളുടെ ആഘോഷങ്ങൾ അത് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള കണക്കുകൾ ഒന്നുമല്ല വരുന്നത്. ഇപ്പോൾ ചെറിയ പെരുന്നാൾ കഴിയുന്ന സമയത്ത് ആ പെരുന്നാളുമായി ബന്ധപ്പെട്ട് എത്ര മെട്രിക് ടൺ അരിയാണ് വിതരണം ചെയ്തത് പാവപ്പെട്ട ആളുകൾ. ഒരുപാട് ആളുകൾക്ക് ഗുണമാണ് ലഭിക്കുന്നത്. ബലിപെരുന്നാൾ കഴിക്കുന്നതിലൂടെ ഒരുപാട് ആളുകൾക്ക് മാംസവും അതുപോലെ തന്നെ വസ്ത്രങ്ങളും, ഒരുപാട് ആളുകൾ വസ്ത്രത്തിന്റെ കിറ്റുകളുമെല്ലാം നൽകുന്നുണ്ട്. അതുപോലെ ഇവിടെ ഈ മഹല്ലിലെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെയുള്ള KNM കമ്മിറ്റിയുടെ കീഴിൽ ഏകദേശം 200ഓളം കുടുംബങ്ങൾക്ക് പെരുന്നാൾ കിറ്റുകൾ നൽകുന്നുണ്ട് എന്നാണ്. ഏറ്റവും നല്ല ഒരു കാര്യമാണ്. നമ്മൾ സന്തോഷിക്കുമ്പോൾ സന്തോഷിക്കാനുള്ള വക പടച്ചോൻ അൽഹംദുലില്ലാ നമുക്ക് നൽകിയിട്ടുണ്ടാകാം. നമ്മുടെ മക്കൾക്ക് സന്തോഷിക്കാൻ വേണ്ടി വസ്ത്രമെടുക്കാനോ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വാങ്ങിക്കൊടുക്കാനോ ഉള്ള സാമ്പത്തികം പടച്ചോൻ നമുക്ക് നൽകിയിട്ടുണ്ടാകാം, അൽഹംദുലില്ലാ. എന്നാൽ ഇതില്ലാത്ത, ഇനി ഇതാ സ്കൂളൊക്കെ തുറക്കാൻ വേണ്ടി പോവുകയാണ്, യൂണിഫോം വാങ്ങണം, അഡ്മിഷൻ വാങ്ങണം, ഒരുപാട് ചെലവുകൾ, പാവപ്പെട്ടവന് ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന സമയമാണ്. പ്രിയപ്പെട്ടവരെ, അവരിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ അവിടെയാണ് പടച്ചവനുള്ളത്. അവരെ നമ്മൾ കണ്ടാൽ, അവന്റെ കണ്ണീരൊപ്പിയാൽ അവിടെയാണ് റബ്ബിന്റെ കാരുണ്യമുള്ളത്. അതുകൊണ്ട് ആ സംരംഭത്തിലേക്കും അഥവാ ആ പെരുന്നാൾ കിറ്റ് നൽകുന്നതിലേക്കും നിങ്ങളാൽ കഴിയുന്ന രൂപത്തിൽ കമ്മിറ്റിയുമായി അതുമായി സഹകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നല്ല കാര്യങ്ങളിലും പൂർണ്ണ മനസ്സോടുകൂടി സഹകരിക്കുവാനുള്ള സന്മനസ് നമുക്കെല്ലാവർക്കും നൽകി അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
അറഫ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസംഗത്തിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കുവാനുള്ള ഭാഗ്യം നൽകി അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ അവൻ നമുക്ക് പുറത്തു തരുമാറാകട്ടെ. അള്ളാഹുവെ, നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിച്ച് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب